തേങ്ങയുടെ അരപ്പ് ഒട്ടും പിരിഞ്ഞു പോകാതെ മാങ്ങയിട്ട് മീൻകറി വെക്കാം. നമ്മൾ പലതരത്തിൽ മീൻകറി വെക്കാറുണ്ട്. അരപ്പ് കൂട്ടി തിളപ്പിച്ചും പാലൊഴിച്ചും ഒക്കെ മാങ്ങയിട്ട് മീൻകറി വെക്കാം. ഇത് വേറൊരു രീതിക്കാണ് മീൻകറി വെക്കുന്നത്. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു മാങ്ങയാണ്. അത്യാവശ്യം വലിയൊരു മാങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 10 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. 4 പച്ചമുളക് രണ്ടായിട്ട് പൊളന്ന് എടുത്തിട്ടുണ്ട്. ഇനി മീനാണ് വേണ്ടത്. ഏത് മീനായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു കടൽ ബ്രാലാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ആ സമയത്ത് നമുക്കൊരല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളകാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ മുളക് നമ്മൾ ആദ്യം അരപ്പിനകത്ത് ചേർത്ത് കൊടുത്തായിരുന്നു. അതുകൂടാതെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വാട്ടി കൊടുക്കാം. പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ഇട്ട് അരപ്പ് എണ്ണയിൽ ഇതേപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാനെടുത്ത മിക്സിയുടെ ജാറിൽ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാത്ത ഉപ്പ് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മാങ്ങ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് പുളി നമ്മുടെ തേങ്ങയുടെ അരപ്പിനകത്തേക്ക് ചെല്ലുമ്പോൾ തേങ്ങ പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാൻ. ഇനി കുറഞ്ഞ തീയിൽ ഇതൊന്ന് വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു തള വന്നു കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിരുന്ന് അരപ്പ് ഇതേപോലെ തിളച്ച് കഴിഞ്ഞാൽ ചാറ് ഒരിക്കലും പിരിഞ്ഞു പോവില്ല. തേങ്ങയുടെ ചാറ് നല്ല കൊഴുത്ത് തന്നെ ഇരിക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ചാളയോ അയിലയോ അല്ലെങ്കിൽ ദശക്കട്ടിയുള്ള ഏത് മീനോ മാങ്ങയിട്ട് വെക്കാൻ പറ്റുന്നത് നമുക്ക് ഇതേപോലെ തന്നെ കറി വെച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനും കൂടെ ചേർത്തതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി മൂടി തുറന്ന് നമുക്ക് ഇതേപോലെ ഒരു 3-4 മിനിറ്റ് മൂടി തുറന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ മാങ്ങയിട്ട മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു തവണയെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് മീൻകറി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റിലൂടെ അറിയിക്കണം. ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.